അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ വീക്ക് എത്തിയിരിക്കുന്നു. അതെ, പണപ്പെട്ടി തന്നെ. എന്നാൽ ഇത്തവണ ബിഗ് ബോസ് വളരെ വലിയൊരു ട്വിസ്റ്റാണ് അതിലും കൊണ്ടുവന്നിരിക്കുന്നത്. പണപ്പെട്ടിക്ക് പകരം ബിഗ് ബാങ് വീക്ക് എന്നായിരുന്നു ടാസ്കിൻ്റെ പേര്. സാധാരണ മുമ്പുള്ള സീസണിലെല്ലാം പണപ്പെട്ടിയിൽ ഒരു ഫിക്സഡ് എമൗണ്ട് കൊണ്ടുവച്ചിട്ടുണ്ടാകും. അത് എടുത്തു പോകുന്നവർ എവിക്റ്റായി പോകുക എന്നതായിരുന്നു ടാസ്ക് എല്ലാം ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ വെറൈറ്റിയായി മാനത്ത് നിന്നായിരുന്നു പണങ്ങളെല്ലാം വന്നുകൊണ്ടിരുന്നത്. അത് മാക്സിമം കളക്ട് ചെയ്യുക. ഇന്ന് 10,000 രൂപയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ബിഗ് ബോസിൻ്റെ വിന്നറാവുന്നവർക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് കുറയ്ക്കപ്പെടും എന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ എല്ലാവരും വളരെ വീറും വാശിയോട് കൂടി തന്നെയായിരുന്നു എമൗണ്ട് എല്ലാം കളക്ട് ചെയ്യുവാൻ വേണ്ടി ഓടിയത്. ലാലേട്ടൻ കൊടുത്ത പണിഷ്മെൻറ്റ് കാരണം ഇന്ന് നെവിന് ടാസ്കിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും നെവിൻ അടങ്ങി നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? പണം വന്ന ഉടനെ തന്നെ നെവിൻ 2-3 നോട്ടുകൾ കളക്ട് ചെയ്ത് പോക്കറ്റിലാക്കി. എന്നിട്ട് അതിൽ നിന്ന് ഒരു നോട്ടെടുത്ത് ആദിലയ്ക്ക് ഷെയർ ചെയ്തു. ബാക്കി നെവിൻ്റെ പക്കൽ വെച്ചിട്ടുണ്ട്. നെവിൻ ഈ ടാസ്കിൽ കരസ്ഥമാക്കിയത് 350 രൂപയാണ്. ആ സമയം നെവിൻ പറഞ്ഞു, ഇത് ഞാൻ ബിഗ് ബോസിന് തിരിച്ചു കൊടുക്കില്ല. ഒരു 350 രൂപയെല്ലാം കൈക്കലാക്കാൻ എന്നെ ബിഗ് ബോസ് അനുവദിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നെവിൻ ആ പൈസ എടുത്തത്. ഇനി ബിഗ് ബോസ് ഇതിന് എന്ത് പറയുമെന്നുള്ളത് കണ്ടറിയാം. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.